നിയുക്ത ബി.ജെ.പി. എം.എൽ.എമാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ബി ഗോപകുമാർ എന്നിവർക്ക് പാർട്ടി സംസ്ഥാന കാര്യാലയമായ മൊറാർജി ഭവനിൽ പ്രവർത്തകർ സ്വീകരണം നൽകുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉത്സവാന്തരീക്ഷമാണ് മൊറാർജി ഭവനിൽ. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, മൊറാർജി ഭവനിലെ സന്തോഷം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. എന്തൊക്കെയാണ് ഇനിയുള്ള സ്വീകരണ ചടങ്ങുകൾ? വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ ബി.ജെ.പിയുടെ കാലത്തെയും സ്വപ്നമായിരുന്ന ബി.ജെ.പി എല്ലാ കാലത്തും ആഗ്രഹിച്ചിരുന്ന 3 പേർ, അല്ലെങ്കിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ 3 ബി.ജെ.പിയുടെ എം.എൽ.എമാരെയാണ് ബി.ജെ.പിക്ക് ിട്ടുള്ളത്. ആ 3 എം.എൽ.എമാർ മൊറാർജി ഭവനിലേക്ക് എത്തുകയാണ്. ഒപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ, കൂടാതെ തന്നെ കഴക്കൂട്ടത്ത് നിന്ന് വിജയിച്ച കഴക്കൂട്ടത്തിന്റെ സ്വന്തം കഴിഞ്ഞ കുറെ നാളുകളായി കഴക്കൂട്ടത്ത് പ്രവർത്തിച്ച് കഴക്കൂട്ടം അങ്ങനെ പൊൻതാമര വിരിയിച്ച കഴക്കൂട്ടത്തെ സ്വന്തം വി മുരളീധരൻ, ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി ഒക്കെയായിരുന്ന വി മുരളീധരൻ, ഇവർ 3 പേർക്കും ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസിൽ വലിയ രീതിയിലുള്ള സ്വീകരണം പാർട്ടി സംസ്ഥാന നേതൃത്വം നൽകുകയാണ്. അതിന്റെ ഭാഗമായിട്ട് 3 പേരും ഇവിടേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചത്. ഇനിയിപ്പോൾ അല്പസമയം ഓഡിറ്റോറിയത്തിൽ അവർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. 3 പേർക്കും ഒരുമിച്ചൊരു സ്വീകരണം സംസ്ഥാന നേതൃത്വത്തിൽ നൽകുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ബി.ജെ.പിയുടെ കാര്യകർത്താക്കന്മാർ, വനിതകൾ അടക്കമുള്ളവർ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ കുറെ നാളുകളായി കേന്ദ്രമന്ത്രിമാർ ബി.ജെ.പിക്കുണ്ട്, കേരളത്തിൽ നിന്ന് എം.പിമാരുണ്ട്. ആദ്യമായിട്ടാണ് കേരളത്തിൽ 3 എം.എൽ.എമാരെ ഒരുമിച്ച് ബി.ജെ.പിക്കായി ജനങ്ങൾ സമ്മാനിക്കുന്നത്. വികസിത കേരളം മുന്നിൽ വെച്ചുകൊണ്ട് വികസിത കേരളം നടക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള ലക്ഷ്യം പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് 3 ബി.ജെ.പിയുടെ എം.എൽ.എമാർ ഇപ്പോൾ മൊറാർജി ഭവനിലേക്ക് എത്തിയിട്ടുള്ളത്. വോട്ടെണ്ണൽ കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിലൊരു സ്വീകരണം ഇവർക്ക് നൽകാൻ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇപ്പോൾ മൊറാർജി ഭവനിൽ ഇത്തരത്തിലൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ, വിവിധ മോർച്ച പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്, കൗൺസിലർമാരുണ്ട്. അങ്ങനെ ബി.ജെ.പി എക്കാലത്തും കണ്ടൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകുന്ന ദിവസത്തിൽ, ആ ആഘോഷത്തിൽ, ആ സന്തോഷത്തിൽ തലസ്ഥാനവാസികൾക്കൊപ്പം ബി.ജെ.പിയുടെ കാര്യകർത്താക്കന്മാരും ഭാഗമാവുകയാണ്. വി മുരളീധരൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മറ്റ് 2 പേർ, നേരത്തെ ബി.ജെ.പിയുടെ നിയുക്ത എം.എൽ.എ രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ ബി ഗോപകുമാർ, ചാത്തന്നൂരിൽ നിന്ന് 4000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബി ഗോപകുമാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. ഇവർക്ക് ഇവിടുത്തെ ഹാളിൽ പ്രത്യേകമായിട്ട് സ്വീകരണം നൽകിയിട്ടുണ്ട്. അതിനുശേഷം പ്രവർത്തകരുമായിട്ട് ഇവർ സംവദിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കുറെ നാളുകളായി കണ്ടൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ് മൊറാർജി ഭവനെ സംബന്ധിച്ചിടത്തോളം. മൊറാർജി ഭവനിൽ മുൻപ് ഒരു എം.എൽ.എ വന്നിട്ടുണ്ട് എങ്കിൽ പോലും ഒരുമിച്ച് 3 എം.എൽ.എമാർ നിയമസഭയിലേക്ക് എത്തുന്നതിന്റെ ആഘോഷം അങ്ങനെ സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ്. അതിന്റെ തുടർച്ച എന്നോണമാണിപ്പോൾ ഈ മൊറാർജി ഭവനിൽ ഇത്തരത്തിലൊരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നീലിമ, ശാലിനി, ഇക്കാലം അത്രയും വിജയിക്കാത്ത ഒരു പാർട്ടി എന്ന പേരുദോഷമായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. അത് മാറ്റി വിജയിക്കുന്ന പാർട്ടി ആകുമ്പോൾ ബി.ജെ.പിയെ കാത്തിരിക്കുന്നത് വലിയ വലിയ അവസരങ്ങളാണ്, മിന്നുന്ന വിജയങ്ങളാണ്. തീർച്ചയായും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഗതി നിർണയിക്കാൻ പോകുന്ന വളരെ സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് പ്രവർത്തകരൊക്കെ ഈ ഒരു വിജയത്തെ കാണുന്നത്? എന്താണ് ഇനി മൊറാർജി ഭവനിൽ ഉള്ള മറ്റു ചടങ്ങുകളൊക്കെ?
സംസ്ഥാനത്ത് തന്നെ MLA-മാർ അവർ ഒരുമിച്ച് മാരാർജി ഭവനിലേക്ക് എത്തും. മാരാർജി ഭവന് മുൻപിൽ ഇപ്പോഴും നടക്കുകയും 3 എംഎൽഎമാരെ ഇവിടെ സ്വീകരിച്ചതിന് ശേഷം അവരെ നേരെ കൊണ്ടുപോകുന്നത് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസിലേക്കാണ്. അവിടെ പ്രവർത്തകരുമായി സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഓഡിറ്റോറിയത്തിൽ അവർക്ക് പ്രത്യേക സ്വീകരണം നൽകുന്നുണ്ട്. കാരണം ചെറിയ ഒരു ആഘോഷമല്ല BJP സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ദിവസം എന്നുള്ളത്. ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന നിമിഷം മുതൽ തുടങ്ങിയ സന്തോഷം, ആഹ്ലാദം, ആരവം അത് സംസ്ഥാന വ്യാപകമായി അലതല്ലുകയാണ്. ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് ഈ 3 പേർ പ്രവേശിക്കുന്ന ദിവസം വരെ ഈ ഒരു ആഘോഷം തുടരുമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ 3 സ്ഥാനാർത്ഥികളും അവരുടെ വിജയ പ്രഖ്യാപനത്തിന് ശേഷം അവരുടെ വോട്ടർമാരെ നേരിട്ട് കണ്ടിരുന്നു, റോഡ് ഷോ നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് സംസ്ഥാന അവർ പങ്കുവയ്ക്കുന്നുണ്ട്. BJP-യുടെ ആശയം, BJP മുന്നോട്ട് വയ്ക്കുന്ന വികസിത കേരളം എന്നുള്ള വലിയ ലക്ഷ്യം അത് സാധ്യമാക്കാനായി വരുന്ന നാളുകളിൽ പ്രവർത്തിക്കുമെന്നുള്ളതാണ് അവർ പ്രവർത്തകരോടും മാധ്യമങ്ങളോടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയൊരു ആഘോഷ പരിപാടി ആഘോഷപരമായിട്ടുള്ള നമുക്കറിയാം. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കേരളത്തിൽ 8ന്റെ പണി കൊടുത്തുകൊണ്ട് തന്നെയാണ് 3 പൊൻതാമരകൾ കേരളത്തിൽ വിരിഞ്ഞിട്ടുള്ളത്. ആ പൊൻതാമരകൾ അവർക്ക് അത്രയധികം വലിയൊരു സ്വീകരണം സംസ്ഥാന കാര്യാലയം നൽകുകയും ചെയ്യുകയാണ്. കൃത്യമായി കൗണ്ട് ഡൗണിലൂടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തി അങ്ങനെ സംസ്ഥാനത്തെ 2 നിർണായക A ക്ലാസ് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പ്രകടനം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവ് അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ സന്തോഷമാണ് മാരാർജി ഭവനിൽ അലയടിക്കുന്നത്. BJP MLA-മാർക്ക് സ്വീകരണം ഒരുക്കുന്ന ചടങ്ങാണ് മാരാർജി ഭവനിൽ പുരോഗമിക്കുന്നത്. നമുക്കറിയാം, ചിട്ടയായ പ്രവർത്തനങ്ങൾക്കും ദിവസങ്ങൾ എണ്ണിയുള്ള ആസൂത്രണങ്ങൾക്കും ഒടുവിലാണ് ഈ നിർണായകമായ വിജയം BJP-യെ തേടിയെത്തിയിരിക്കുന്നത്. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ച ഒന്നല്ല. എത്രയോ നാളുകളായി BJP തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട്. അപ്പോഴൊക്കെയും ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല ഇത് എന്ന് ഒരു ജനസാമാന്യം വിശ്വസിച്ചു പോരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനാണ് വളരെ കൃത്യമായ മാറ്റം ഉണ്ടായത്. ഒന്ന് തൃശ്ശൂരിൽ കണ്ടു, തിരുവനന്തപുരം പിടിച്ചടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ സംസ്ഥാന നിയമസഭയും BJP-ക്ക് അന്യമല്ല, ബാലികേറ മലയല്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇന്നലെ പുറത്തുവന്നത്. 3 BJP-യുടെ MLA-മാർ കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നിർണായകമായ ചരിത്രം കൂടിയാണ് പിറവികൊള്ളുന്നത്. ഇതുവരെ BJP പറഞ്ഞിരുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, LDF-ഉം UDF-ഉം എന്നാൽ 2 അല്ല 1 തന്നെയാണ്. നമുക്കറിയാം, പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ, ഹൈന്ദവ ബിംബങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ അപ്പോഴൊക്കെയും ഇടതും വലതും ഒറ്റക്കെട്ടായി നിന്ന് സനാതനധർമ്മത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിയമസഭയിൽ അതിനൊക്കെ വളരെ കൃത്യമായി പ്രതികരിക്കാൻ ചില ആളുകൾ ഉണ്ടാകും എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളെ അടക്കം സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതിനുള്ള പിറവിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം ഇതേ കാഴ്ചകളിലേക്ക്. Dilip Sarkis, study abroad. Europe is the hope. Dilip Sarkis is the path. വേനൽ ചൂടിനെ കൂളായി അതിജീവിക്കൂ. ഗോപു നന്ദിര ജിമാർട്ടിൽ ബ്രാൻഡ് എസികൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്, ECUമായി ക്യാഷ് ബാക്ക്, കൂടാതെ 5 കാറുകൾ നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നേടും. ഗോപു നന്ദിര ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ഇവൻ പെട്ടുപോയടാ. Let's go. When you don't know what to do. When you don't know what to do, walk.
നിയുക്ത BJP MLA-മാരായ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, BB ഗോപകുമാർ എന്നിവർക്ക് പാർട്ടി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ പ്രവർത്തകർ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശാലിനി ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. ശാലിനി, ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ മാരാർജി ഭവനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം പാർട്ടി പ്രവർത്തകരുമായൊക്കെ ഈ പുതിയ നിയുക്ത MLA-മാർ സംവദിക്കുന്നു എന്ന് അറിയുന്നു. എന്തെല്ലാമാണ് അവിടുത്തെ കാര്യപരിപാടികൾ ഇനി? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യകർത്താക്കന്മാരുമായിട്ടൊക്കെ സംവദിക്കുന്നുണ്ട് മൂന്ന് നിയുക്ത MLA-മാർ. BJP സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു 3 കൗൺസിലർമാരെ MLA-മാർ ഒരുമിച്ച് BJPക്ക് സമ്മാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് BB ഗോപകുമാർ ചാത്തന്നൂരിൽ നിന്ന് പൊൻതാമര വിരിയിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തുന്ന NDAയുടെ കരുത്തുറ്റ സാരഥി, NDAയുടെ ഏറ്റവും ശക്തനായ ഏറ്റവും മുതിർന്ന ഒരു നേതാവ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചാത്തന്നൂർ എന്ന മണ്ണിനെ അവിടെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ കൃത്യമായ ആശയ വിതരണത്തിലൂടെ BJPക്ക് സമ്മാനിച്ച BB ഗോപകുമാറാണ് അവിടെ മാരാർജി ഭവനിലേക്ക് ഇപ്പോൾ നിയുക്ത MLA എത്തിക്കൊണ്ടിരിക്കുന്നത്. പലതവണ മാരാർജി ഭവന്റെ മുന്നിലേക്ക് പടികൾ ചവിട്ടി അദ്ദേഹം എത്തിയിട്ടുണ്ട്. അന്നൊക്കെ ഒരു സാധാരണ പ്രവർത്തകരായി ജനങ്ങൾക്കിടയിൽ, ഒപ്പം തന്നെ മാരാർജി ഭവന്റെ പ്രവർത്തകർക്ക് മുൻപിൽ BJP പ്രവർത്തകർക്ക് മുൻപിൽ ഇന്ന ആ ഒരു BB ഗോപകുമാർ ഇന്ന് നിയുക്ത MLA-യാണ്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് അദ്ദേഹത്തിന് ഷോൾ അണിയിച്ച് മാരാർജി ഭവനിലേക്ക് സ്വീകരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി അഞ്ജന അടക്കമുള്ളവരുണ്ട്. BJPയുടെ മുതിർന്ന നേതാക്കന്മാർ MG രമേശ് അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാരടക്കമുള്ളവർ ഇവിടെ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ. ഇനി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം കൂടി ഉണ്ട്. അദ്ദേഹം കൂടി വന്ന് നേരെ പോകുന്നത് മുകളിലത്തെ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ഓഡിറ്റോറിയത്തിലാണ്. ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് 3 MLA-മാരെയും BJP പ്രവർത്തകർ സംസ്ഥാന സ്വീകരിക്കും. അതിനുശേഷമാണ് ഈ കാരണം കഴിഞ്ഞ വർഷങ്ങളായി നീണ്ടുനിന്ന ഒരു ആഗ്രഹം സഫലമാക്കിയതിനു ശേഷമാണ് ഈ 3 MLA-മാർ ഇവിടെ ഇപ്പോൾ മാരാർജി ഭവന്റെ പടികടന്ന് മാരാർജി ഭവൻ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ അവർക്ക് ഔദ്യോഗികമായ സ്വീകരണം മുകളിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക വേദിയിൽ നൽകാൻ പോവുകയാണ്. നിയമസഭയുടെ പടികടന്ന് എത്തുന്നതിന് മുൻപ് മാരാർജി ഭവനിലേക്ക് എത്തിയ 3 നിയുക്ത MLA-മാർക്കുമുള്ള പ്രത്യേക സ്വീകരണ ചടങ്ങാണ് ഇപ്പോൾ മാരാർജി ഭവനിൽ പുരോഗമിക്കുന്നത്. നീലിമ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടനം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടാണ് നിയുക്ത MLA-മാർക്ക് സ്വീകരണം നൽകുന്ന കാഴ്ചകൾ കാണുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ തിരുത്തിക്കൊണ്ടാണ് BJP നയിക്കുന്ന NDA ഈ നിർണായക മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്, വി മുരളീധരൻ ഉണ്ട്. ഇനി അല്പസമയത്തിനകം കാര്യകർത്താക്കളുമൊക്കെയായി സംവദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. BJPയുടെ എല്ലാ സമുന്നതരായ നേതാക്കളും പുതിയ MLA-മാരെ സ്വീകരിക്കാൻ വേണ്ടി മാരാർജി ഭവനിൽ ഒത്തുചേർന്നിട്ടുണ്ട്. ഉത്സവ അന്തരീക്ഷമാണ് മാരാർജി ഭവനിൽ ഉള്ളത്. ശാലിനി, തുടരാം. ശാലിനി, സ്വീകരണ ചടങ്ങ് തുടങ്ങാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പതിറ്റാണ്ടുകളായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ സ്വന്തം അടിത്തറ ഭദ്രമാക്കിക്കൊണ്ടാണ് BJP ഈ വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതിന്റെ സന്തോഷം എല്ലാ നേതാക്കളുടെ മുഖത്തും പ്രകടമാണ്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പറയൂ.
നിരിമ, നമ്മൾ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ 3 നിയുക്ത MLA-മാരുടെ പ്രതികരണങ്ങൾ കേട്ടതാണ്. അവരെന്ന് 3 പേരും 3 ഫ്രെയിമുകൾ നിയുക്ത MLA-മാരുടെ പ്രതികരണങ്ങൾ കേട്ടതാണ്. അവരെന്ന് 3 പേരും 3 ഫ്രെയിമുകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഒരേ ഫ്രെയിമിൽ BJPയുടെ കേരളത്തിലെ 3 MLA-മാരെ, നിയുക്ത MLA-മാരെ നമ്മൾ ഒറ്റ ഫ്രെയിമിൽ അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തായി ചാത്തന്നൂരിൽ നിന്ന് പൊൻതാമര വിരിയിച്ച BB ഗോപകുമാർ, ഒപ്പം തന്നെ മുൻ വിദേശകാര്യ സഹമന്ത്രി, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ABVP-യിലൂടെ കടന്നു വന്ന് BJP എന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായി ഒരു ഉറപ്പിച്ച് നിർത്തിയ BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള V മുരളീധരൻ അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തന്നെ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരും ഇപ്പോൾ ദൃശ്യങ്ങളിലുണ്ട്. വലിയ ആവേശം, വലിയ സന്തോഷമൊക്കെയാണ് പ്രവർത്തകർക്കിടയിൽ, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനിടയിലൊക്കെ ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാത്തിരുന്ന ഒരു ദൃശ്യമാണ് ഇതെന്നുള്ളത്. കാരണം അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകർ, ഒപ്പം തന്നെ ഊണുമുറക്കവും കളഞ്ഞ് ഇതിനായി ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കാര്യകർത്താക്കന്മാർ, ഒപ്പം തന്നെ ബലിദാനികൾ, അവർക്കൊക്കെ വേണ്ടി ഈ വിജയം സമ്മാനിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. ഇപ്പോൾ ഇവർ നിയമസഭയിലേക്ക് പടികടന്നെത്തുന്നതിന് മുന്നോടിയായിട്ടുള്ള ഔദ്യോഗിക സ്വീകരണമാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷാണ് ഓരോരുത്തരെയും സ്വീകരിച്ച് മുകളിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മുതിർന്ന നേതാക്കന്മാർക്കൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വം മുഴുവൻ ഇവിടെ ഈ ഒരു ആഘോഷവേളയിൽ, ഈ ഒരു അഭിമാന നിമിഷത്തിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അവരെയൊക്കെ ദൃശ്യത്തിൽ കാണുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം മാരാർജിയുടെ പ്രതിമയിൽ ഒരു പുഷ്പാർച്ചനയുണ്ട്. അതും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് ഇനി കുറച്ച് നേരത്തേക്ക് ഇവിടെ ഒരു ഇടവേള ഇട്ടിരിക്കുകയാണ്. അവരുടെ ചില സീക്രട്ട് മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഒക്കെയായിരിക്കും മറ്റ് നടപടിക്രമത്തിലേക്ക് കടക്കാൻ പോകുക. എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആഘോഷം BJP തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയ വഴിത്തിരിവുണ്ടാക്കി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ മാറ്റം കേരളത്തിലുണ്ടാക്കിയതിന് ശേഷമാണ് 3 MLA-മാർ എങ്ങനെ മാരാർജി ഭവൻ്റെ പടികടന്ന് കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ഇപ്പോൾ സംസ്ഥാന ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റോഡ് ഷോ നടത്തിയിരുന്നു, പ്രവർത്തകരെ കണ്ടിരുന്നു, വോട്ടർമാരെ നേരിട്ട് ഈ വിജയിച്ച നിയുക്ത MLA-മാരൊക്കെ കണ്ടിരുന്നു. അതിന് ശേഷമാണിപ്പോൾ സംസ്ഥാന കാര്യാലയത്തിൽ ഒരു ഔദ്യോഗിക സ്വീകരണം ഇവർക്ക് നൽകുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ, കാര്യകർത്താക്കന്മാർ. തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയതിനു ശേഷമുള്ള ഒരു വരവ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു. ഓക്കെ ശാലിനി, സംസ്ഥാനത്തെ BJP കാര്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 3 MLA-മാർ, സംസ്ഥാന അധ്യക്ഷൻ്റെ ഇടതും വലതുമായി അണിനിരന്നിരിക്കുന്ന 2 പേർ. അതുതന്നെയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച. BJP കാത്തിരുന്ന സുവർണ നിമിഷമാണ്. ആ നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു കാഴ്ച കാണാൻ എത്രയോ കാലം, എത്ര പതിറ്റാണ്ടുകൾ BJP കാത്തിരുന്നിട്ടുണ്ട്, കാര്യകർത്താക്കൾ കാത്തിരുന്നിട്ടുണ്ട്. അവരുടെ ഒരു സ്വപ്നമായിരുന്നു ഇത്തരത്തിൽ കേരള നിയമസഭയിലേക്ക് ഇത്ര ഒരു പ്രാതിനിധ്യം ഉണ്ടാവുക എന്നത്. ഒരിക്കൽ മാത്രമാണ് സഭയിൽ അത് സംഭവിച്ചത്. അത് ഇടത് വലത് മുന്നണികൾ ചേർന്ന് ഇവിടുത്തെ ജിഹാദി അജണ്ടയനുസരിച്ച് അവിടെ ആ അക്കൗണ്ട് പൂട്ടിക്കെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയും ആ അക്കൗണ്ട് പൂട്ടിക്കെട്ടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ചരിത്രം അതിന് വളരെ കൃത്യമായ മറുപടി കാലം നൽകിയിരിക്കുകയാണ്. നോക്കൂ, 3 പേർ സംസ്ഥാന നിയമസഭയുടെ ഭാഗമാകാൻ പോകുകയാണ്. ഇവിടെ ഹൈന്ദവ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, സനാതന ധർമ്മത്തിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ശബ്ദമായി ഈ 3 പേർ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. കേരള നിയമസഭയിൽ ഈ 3 പേരുടെയും കരുത്തുറ്റ ശബ്ദം മുഴങ്ങാൻ പോകുകയാണ്. ദേശീയതയ്ക്ക് വലിയ കരുത്തേകുന്ന വലിയ പ്രവർത്തനങ്ങളാണ് ഈ MLA-മാരുടെ ഭാഗത്തു നിന്നും നമ്മൾ കേരള രാഷ്ട്രീയം ഇനി പ്രതീക്ഷിക്കാൻ പോകുന്നത്. ഇനി BJP-യുടെ ഇനിയുള്ള പ്രയാണം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചടക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു വളർച്ച. ആ വളർച്ചയാണ് BJP സ്വപ്നം കാണുന്നത്. ഇനി മുതൽ ഓരോ ദിവസവും, ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും
അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതിനുവേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റാണ് നടക്കാൻ പോകുന്നത്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. പതിവിന് വിപരീതമായി മറ്റൊരു വിഷയവും പറയാതെ സംസ്ഥാനത്തിന്റെ വികസനം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഉണ്ടായത്. ഇടത് വലത് മുന്നണികൾ BJP ഒരു ശക്തിയായി ഇവിടെ വളരാതിരിക്കാൻ വേണ്ടി സർവ്വവിധ പ്രവർത്തനങ്ങളും എല്ലാ അവിശുദ്ധ സഖ്യങ്ങളും നടത്തിയപ്പോഴും ഈ 3 മണ്ഡലങ്ങളിൽ കരുത്ത് തെളിയിച്ചുകൊണ്ട് അവർക്ക് കയറി വരാനുള്ള എല്ലാ സാധ്യതയും തുറന്നിട്ട് കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ ജനങ്ങൾ. ആ പ്രബുദ്ധതയെയാണ് ആദ്യം നമിക്കേണ്ടത്. ഈ 3-ൽ ഒതുങ്ങുന്നില്ല കേരളത്തിൽ BJPയുടെ വിജയം എന്ന് പറയുന്നത്. നിസ്സാര വോട്ടുകൾക്കാണ് 6 മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടായത്. അതൊക്കെ വലിയ വിശകലനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെക്കേണ്ട ഒന്നാണ്. അതുതന്നെയാണ് BJPയുടെ കരുത്ത് എന്ന് പറയുന്നത്. മാരാർജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ് 3 നിയുക്ത MLA-മാരും. സംസ്ഥാന BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന മുഹൂർത്തമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ ശക്തിയാകാനുള്ള തയ്യാറെടുപ്പ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ 3 എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ ആവുന്ന വിധത്തിലുള്ള ഒരു ശക്തിയായി സമാഹരിക്കലാണ് BJPയുടെ അടുത്ത ലക്ഷ്യം. അതിനുള്ള കർമ്മ പദ്ധതികളാണ് തയ്യാറാകുന്നത്.